ഹലോ ഗായ്സ്, എമിൻകളോവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മള് കുളത്തിനെ പറ്റിയിട്ടാ പറഞ്ഞിരുന്നേ. അപ്പൊ ഇന്നെന്താക്കും, ആ കുളത്തിലുള്ള മീൻ നമ്മൾ ഇന്ന് പിടിച്ചു. എന്നിട്ട് നമ്മള് വീട്ടിൽ കൊണ്ടുപോയി വെട്ടി വൃത്തിയാക്കി അതിനായിട്ട് പൊരിച്ചു. അപ്പോൾ ഇന്നലെ പറഞ്ഞ മാതിരി അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ അങ്ങ് നെക്കി പൊട്ടിച്ചേര് ഗൈസ്. അപ്പോൾ നമ്മൾ ചൂണ്ട കെട്ടിയിട്ടുണ്ട്. ചൂണ്ടയിൽ കൊടുത്തിട്ടുണ്ട് മൈദ ഇതൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ ചൂണ്ട ഇന്ന് നമ്മൾ കെട്ടിയ ചൂണ്ടയാണ് ചൈനീസ് ഹുക്ക് എന്ന് പറയുന്ന ചൂണ്ടയും ഒരു ഈയം കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു വടിമ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീറ്റ ബൈറ്റ് ഇതാണ് മൈദ, ആട്ട, പിന്നെ വെള്ളം, പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇടുക. അപ്പം നമുക്ക് എന്താക്കാം, ഈ ബൈറ്റ് നമുക്ക് തിന്നുമ്പോൾ കോർത്തിട്ട് കാണാം. നമ്മളിങ്ങനെ വെക്കുക, ഇത് പരത്തുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതാക്കുക വെക്കുക, എന്നിട്ട് മെല്ലെ അങ്ങനെ മൂടി വെക്കുക. അപ്പോൾ നമ്മളെന്താക്കുക, ഒരു ബോൾ മാതിരി ആക്കുക. ആകുമ്പോൾ എന്നിട്ട് ഒരു തുഞ്ചം കണ്ടോ, ആ തുഞ്ചത്ത് വിടണം. അവിടെയാണ് നമ്മൾ മീൻ അടിക്കാനുള്ള ചാൻസുള്ള സ്ഥലം. അതിൻ്റെ നമ്മളെ മടി എടുക്കുക, കാട്ടിത്തരാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഭയങ്കര വെയിലാണ്. ഇന്നലെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മീൻ പിടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ കുറച്ച് തണൽ കണ്ടിട്ടുണ്ട്, ആ ഭാഗത്ത് പോയി നോക്കാം. കമോണ്ട് ടാസ്ക് എന്താ വെച്ചാൽ നമ്മളിവിടെ എന്താക്കുക, വടി കുത്തി വെക്കണം. എന്നാലും എന്താക്കാം, നമുക്ക് മീൻ അടിച്ചു കഴിഞ്ഞാലും നമുക്കിവിടെ ചവിട്ടി പിടിച്ചാലും അതുകൊണ്ട് പോകില്ല. മീനിനെ ബൈറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിനെ കാത്തിക്കാം. അടിക്കൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ കുറേ കാലമായി നമ്മളതിൽ മീനൊക്കെ പിടിച്ച് കയറ്റിയിട്ട്. ഗൈസ് അടിക്കുന്നുണ്ട്, ബൈറ്റ് അടിക്കുന്നുണ്ട്. എന്താ പ്രശ്നം അറിയോ, നമ്മൾ ഈ ഇതിട്ടില്ലേ ബൈറ്റ്, അത് ചെറുതായിട്ട് ഉടക്കിണ്ടായിരുന്നു. അത് എടുത്ത് റെഡിയാക്കുക. നല്ല ലോങ് കറിഞ്ഞ് നോക്കാം ഗൈസ്. നല്ല ലോങ് കയറിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം അടിക്കും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പം എന്താക്കാം, നമ്മൾ ഇടക്കിടക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവിടെ അട്രാക്ഷൻ ഉണ്ടാവും ഗൈസ്. ഇവിടെ ഒരു വലിയൊരു മീൻ ഉണ്ട് ഗൈസ്, അടിച്ചിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട് അടിച്ചിട്ട് അപ്പം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അവിടെ നമുക്ക് കുറച്ച് മീനുകളെ കാണാം, ചെറിയ കുട്ടികളെ. അതൊന്ന് ഇവിടുന്ന് മീൻ അടിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, അവിടെ വരുന്ന പുല്ലുകളില്ലേ, ഇവിടെ പുല്ലുമ്പോൾ കുടുങ്ങി കഴിഞ്ഞാൽ മീനുണ്ട് വരില്ല. അപ്പോൾ കയറില്ല, മീനുകൾ കുടുങ്ങും ചെയ്യും. നമുക്ക് മീനും ഉണ്ടാവില്ല, ചൂണ്ടി ഉണ്ടാവില്ല. അപ്പം എന്താക്കാം, ഞങ്ങൾ ആ വെയിലത്ത് അവിടെ കുറച്ച് തണലുണ്ട്, അവിടെ പോയി നമുക്ക് വീഡിയോ എടുക്കാം ഗൈസ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഗൈസ്. നമ്മൾ ചൂണ്ടിട്ടുണ്ട്, ഇഷ്ടപാടെ തന്നെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. കുടുങ്ങിയിട്ടില്ല, വീണ്ടും മൈദമാവ് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, കുറച്ചും കൂടി മൈദ ഇടുന്നു, ഇത് ടൈറ്റ് പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം, ഒന്നുകൂടി കാസ്റ്റ് ചെയ്തിട്ട് അഥവാ മൈദ പിടിക്കണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് മൈദമാവ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രൈക്കിംഗ് ഉണ്ടോ, എന്താ ഫ്രണ്ടോക്ക് പോകുന്നുണ്ട്. അതേ ഓർപ്പിക്കാതാ പോകണ്ട. ഇവിടെ ഇപ്പച്ചി അറിയാതാണ് നമ്മൾ ഈ മീൻ പിടിച്ചിട്ടുള്ളത്. ഇപ്പച്ചി പറഞ്ഞ് ചെറിയ കുട്ടികളാണ്, മീനൊന്നും പിടിക്കണ്ട. പക്ഷേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ കാണിക്കും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പച്ചിനോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്ക് എന്താക്കാം, മീനായിട്ട് പിടിക്കാം. നമുക്ക് ഒന്നുകൂടി നല്ല സ്റ്റേറ്റ് വരേണ്ടി വരില്ല. ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം, ഇവിടെ കാണാം മീൻ വരുന്നുണ്ട്. 2000 years later. അടിച്ചു കണ്ടോ ഒരു കിഡില്. അതാ ഗായ്സ്, ഇപ്പൊ ഗായ്സ് കണ്ടില്ലേ, കിഡില് മീനാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായി, കുടുങ്ങി. ഇത് കണ്ടോ, അവിടെയൊക്കെ പൊന്തലുണ്ട്. ഇനി നമ്മൾ മീനെ കയറ്റും. അപ്പം ഗായ്സ്, മീനെ കണ്ടില്ലേ, നിങ്ങളെന്ത് വിചാരിച്ചു മീനില്ലാന്നോ? അപ്പോൾ നമ്മൾ മീനെ കണ്ടിച്ചു തന്നിട്ട് ഇനി നമ്മൾ മീനെ പിടിച്ചിട്ട് കാണിച്ചു ഗായ്സ്. ഇതിൽ നടപടിയാണെന്ന് തോന്നുന്നില്ല. അപ്പം എന്താ ഇത് ഇടാം, എന്നിട്ട് എന്താക്കാം, വേഗം ചൂണ്ടെടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാം ഗൈസ്. ഇതിലടിച്ച് ഗൈസ്, നമ്മൾ ഫേക്ക് ഇട്ടതാണ് ഗൈസ്. നമുക്കിങ്ങനെ എല്ലാവരും പറ്റിക്കാൻ ഭയങ്കര ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറ്റിക്കുകയാണ്. നമ്മൾ ഇതിന് മീൻ നിങ്ങൾ കണ്ടില്ല, മീൻ അത് പോയത് നമ്മളിതല്ലല്ലോ. അപ്പം നമ്മൾ മീനെ കാണിച്ചു തരാം. കുറച്ച് വീട്ടിട്ട് നോക്കാം, നമുക്ക് ഒന്നും കൂടി അറിയാം.
എന്നിട്ട് ഞാൻ പോയി മൈദ എടുത്തിട്ട് തരാം. കുറേ നേരമായി മൈദ എടുത്തിട്ട് തരാം. അപ്പോൾ നമ്മൾ മൈദമാവ് എടുത്തിട്ടുണ്ട്, ഇതിൽ ഇട്ടിക്കണ്. അപ്പോൾ അതൊക്കെ ഇനി ഇത്തിരി ഇട്ടിട്ട് മൈദമാവ് ഇട്ടിട്ട് നല്ലോണം ഇതാക്കുക. മിക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കട്ടിയാവും. അത്ര അടിച്ചതാ, അത് നമ്മൾ വിടൂല. എന്താ വിചാരിച്ച നമ്മളെ പറ്റി തീറ്റ മാറിയതും കണ്ടില്ലേ അതിൻ്റെ പവറ്. നമ്മൾ ഇതിനെ റിലീസിങ് ഡേറ്റ് ഗൈസ് നമ്മളെ കൈതാ ഗൈസ്, അത് നമ്മളെ കയ്യിനെ കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇത് റിലീസിങ് സ്റ്റേജാണ് തോന്നുന്നുണ്ട് അല്ലേ, ഇത് റിലീസിങ്. അപ്പോൾ ഇതിനേക്കാൾ വലുതുണ്ട്, അപ്പോൾ അതിന് നമ്മൾ എടുക്കും. ഇതിനെ അയക്കാനൊരു പേടിയാണേ. ഇനി അയക്കാം. അതിന് നമ്മൾ ഊരാ കുടുക്കിടുന്ന പോലെ ഒരു കുടുക്കുണ്ട്, ആ കുടുക്കിടുക. വേണ്ട എത്ര പെട്ടെന്ന് കിട്ടിയെന്ന്, അതിനൊരു മുറി പോലും ആയിട്ടില്ല. അതിനോട് വിടുക. അത് നമ്മളെ കൈ നല്ലൊരു മുറിയാക്കി തന്നിട്ടുണ്ട്. നല്ല ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ബൈറ്റ് ഇടാം. ബൈറ്റിൻ്റെ പവർ ഉണ്ടല്ലേ ഗൈസ്, നിങ്ങൾ ബൈറ്റ് മാറിയതും മീൻ അടിക്കൽ തുടങ്ങി. ഒരു രക്ഷയില്ല ഗൈസ്, കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല കേട്ടോ. പിരാന്ത് കയറുന്നുണ്ട് ഇപ്പോൾ അവസാനം വെച്ചിട്ട്. നമ്മളിന്ന് മീനെ രണ്ടെണ്ണത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇനി അതിനായിട്ട് ഞാൻ ഒരു 2 മീനെ പിടിക്കാം. പൊരിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും അതിനെങ്കിലും കിട്ടുമല്ലോ. നമ്മളെ ഇനി നമുക്ക് മണ്ണിലിട്ടാണെങ്കിൽ നമ്മളൊരു ദിവസം വീഡിയോ ചെയ്യേണ്ടത്. മണ്ണിരയിൽ അടിക്കുമെന്ന് നോക്കണം. ഇനി ഉണ്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. നമ്മൾ ചൂണ്ട കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ നമുക്കൊരു തണലിട്ടിട്ടുണ്ട്. ഗൈസ് ഉണ്ട് ഗൈസ്, ഇതാ നെക്ടർ പറഞ്ഞ സാധനത്തിനെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മീനായിട്ട് കാണിച്ചു തരാം. നല്ല മുരണ്ടിക്കാത്ത നെക്ടർ. ഇതാ ഇതിൻ്റെ പല്ലൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര, ഇതിന് മുള്ളൊന്നും ഇല്ല അധികം. ഇതിൻ്റെ പല്ലാണ് ഗൈസ്, സീനി പല്ലുമ്പോൾ തന്നെയാണ് ഗൈസ് കുടുങ്ങിയിട്ടില്ലേ. വലിയ പല്ലായതുകൊണ്ട് കിട്ടൂല. ഗൈസ് ഇതിൻ്റെ പല്ല് കണ്ടാ മനുഷ്യന്മാരെ പല്ലുമാർക്ക് നിൽക്കണുണ്ടോ? ഇതാണ് ഇതിൻ്റെ പല്ല്. ഇതിനെ വിളിച്ചിട്ടുണ്ട്. അടുത്തതിനെടുക്കാം. കണ്ടാ അപ്പം മീനെ കിട്ടൽ തുടങ്ങിയില്ലേ. ഇതാണ് നെട്ടർ പറഞ്ഞ വിഷയം. ഇനിയിപ്പോൾ അടുത്തതിന് ഇതാ. അപ്പം അതിനെ ബൈറ്റ് അടിക്കാൻ വിചാരിച്ചിട്ട് വേറെ മൊയ്യുണ്ട്, മൊഷിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു 5 എണ്ണത്തിൽ ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ ടെസ്റ്റിങ്ങിന് ഇട്ടാണ്. അടുത്ത വർഷം പറ്റിക്കുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. ഈ വർഷം ടെസ്റ്റിങ്ങിന് ഇട്ടാണ്. അടുത്ത വർഷം ഉണ്ടെങ്കിൽ ആ മീൻ ഞങ്ങൾ കാണിച്ചു തരും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറേ നേരമായി പറയുന്നുണ്ട്, കുറച്ച് ലെങ്ത് ആവാൻ സാധ്യത ഉണ്ട്. നമ്മൾ മീനുകളെ ഉണർത്തുകയാണ്, അങ്ങനെയൊക്കെ പറയാം. എന്താ വെച്ചാൽ ഇങ്ങനെ ഇടും ഓരോ സ്ഥലത്തേക്ക്. അവിടേക്ക് തന്നെ വീണ്ടും ബൈറ്റ് ഇടണം. പെട്ടെന്നായിരിക്കണം എല്ലാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പം കിട്ടാൻ സാധ്യത ഉണ്ട്. ഒക്കെ ചിലപ്പം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് നല്ലൊരു കിട്ടുന്നുണ്ട്. പക്ഷെ അതാ കണ്ട വലിഞ്ഞ് കണ്ടത് കണ്ടോ, വലിഞ്ഞ്. ഇതേതാ മീന് കയറ്റാനായിട്ടില്ല. കണ്ടോ, ഇതാണ് തിലോപ്പിൻ്റെ ഗിഫ്റ്റ് തിലാപ്പിയ എന്നൊക്കെ പറഞ്ഞ സാധനം. നല്ല ചെമ്പലാണ്. പിന്നെ ശരിക്കും ഫസ്റ്റ് കിട്ടിയ തിലോപ്പി നമ്മൾ കളയാൻ പാടില്ല. എന്താ പറയുക, ഇതാണ് ശരിക്കും റിലീസിങ് പ്രായം. എത്ര പെട്ടെന്നാണ് കിട്ടിയേ. മീനുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പം വീഡിയോടെ വൈൻഡപ്പ് ആക്കേണ്ടി വരും. കുറച്ച് ടാസ്ക്കാണ് മീൻ പിടുത്തം. ഇതും കൂടി ഒന്ന് ടാസ്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യും. അതാ ഗൈസ് അവിടെ കോഴിക്കാർപ്പിട്ട് ഗൈസ്. കോഴിക്കാർപ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ട്രൈ ആക്കാം. കാക്ക നാളെ വരും. കാക്കയും കൂടിയാണ്, ഞങ്ങൾ 2 ആളും കൂടിയാണ് യൂട്യൂബ് ചാനൽ. കാക്ക വന്നിട്ട് എന്താക്കാം, ഓൻ നല്ല മീൻ പിടിക്കുന്ന ആളാണ്. നമ്മളെ കുറച്ചൊക്കെ അറിയുള്ളൂ, ഓൻ നല്ല പിടിക്കും. അപ്പോൾ ഓൻ വന്നിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഉറപ്പായി വരും ഗൈസ്. ലാസ്റ്റ് ട്രൈ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. നല്ലൊരു സ്ട്രൈക്കാണ് കിട്ടിയത്. നമ്മളെ വിരൽ മുറിക്കുണ്ടായി കയറുമ്പോൾ. ഇതിനെടുത്താലോ? പക്ഷേ ഇത് കുറച്ച് വലിപ്പം കുറവാണ്.
ഇപ്പം ഒന്നും കൂടി എന്താക്കാം ലാസ്റ്റായിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിടാം. ഇപ്പം ചെയ്ത പോലെ തന്നെ ഇടാം. ആകുമ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലുതാണെങ്കിൽ എടുക്കാം. ഇതിൻ്റെ അറ്റാക്കിങ് നല്ല അറ്റാക്കിങ് കഴിഞ്ഞ് നമ്മളെ കൈയൊക്കെ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഏറുമ്പോൾ അജാതി പവറിലാണ് വലിച്ച്. ഇനി എന്താക്കാം ഒന്നും കൂടി അതേ സാധനം ചെയ്യാം. ലാസ്റ്റ് ട്രൈക്ക് പറഞ്ഞിട്ട് കുറേ ട്രൈ ചെയ്യും ഗൈസ്. നമ്മൾ ലാസ്റ്റായിട്ട് എന്താക്കി പോകുമ്പോൾ അങ്ങോട്ട് കാച്ചി നോക്കി അതിലാണ്ട് അടിച്ച്. ഓക്കെ എവിടെ കുടുങ്ങിക്കണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ തന്നെ കുടുങ്ങിക്കണമെന്ന് പറയാൻ പറ്റില്ല. തീറ്റ വരെ നോക്കോളി കുടുങ്ങി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതിനെന്താക്കണേ വിടണോ റിലീസ് ചെയ്യണോ ഗൈസ്? നിങ്ങൾ പറയും പോലെ നമ്മൾ ബക്കറ്റിൽ എടുത്തേക്കാം. വേണം ചെറുതാണ്. ഒരടിയല്ലേ, ഒരടി ഇല്ല നമ്മളെ കയ്യിൻ്റെ അത്രേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടി ഉണ്ട്, ഒരു ചെറിയൊരു ബൈറ്റ് കൂടി ഉണ്ട്, അതിൻ്റെ കൂടി ചെയ്താൽ ഗൈസ്. നമ്മളിപ്പോൾ ശരിക്കും ചെയ്ത് മീനിന് തീറ്റ കൊടുത്താണ്. എന്താ വെച്ചാൽ നമ്മൾ ഇട്ട തീറ്റയിലൊക്കെ ഒരു അത്യാവശ്യം മീൻ അടിക്കുന്നുണ്ട്, പക്ഷേ പൊരിക്കാൻ വിധത്തിലൊന്നും കിട്ടുന്നില്ല ഗൈസ്. അപ്പം നാളെ എൻ്റെ കാക്ക വരുന്നുണ്ട്. നമ്മളെ MNK ഫണ്ണി വ്ളോഗ് കണ്ടവർക്കറിയാം, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് എപ്പോഴും ചെയ്യൽ. അപ്പോൾ നാളെ കാക്ക വന്നിട്ട് എന്താക്കാം സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വരും. അത് നിങ്ങളെല്ലാവരും കണ്ടാൽ തന്നെ നിങ്ങളൊക്കെ നെട്ടുന്ന വീഡിയോ ആണ് വരിക. അപ്പോൾ കാക്ക നാളെ വരും. അപ്പോൾ നാളെ പുതിയ വീഡിയോയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ അങ്ങനെ നെക്കി പിടിച്ചത്. നമുക്ക് നാളെ കാണാം. ബൈ.